ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡാണല്ലോ. ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് നമുക്ക് നോക്കാം. പോയ ആഴ്ചത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ലാലേട്ടൻ ഓരോരുത്തരോടും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേക അനുമോളെ ഭയങ്കര ടാർഗറ്റ് ചെയ്യുന്ന മാതിരിയാണ് നമുക്കവിടെ ഫീലായത്. അപ്പോൾ എന്തുകൊണ്ട് അനുമോളെ മാത്രം വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഭയങ്കരമായി ടാർഗറ്റ് ചെയ്തെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, ഇന്നലെ പോയ ആഴ്ച വന്നിട്ട് നെവിൻ പറഞ്ഞുവല്ലോ അനുമോളെ കുറിച്ചിട്ട്, അനുമോളിലെ കുലശ്രീയാണ് എന്നുള്ള രീതിക്ക് അനുമോളെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു നിൻ്റെ അമ്മൂമ്മയെ പോയി വിളിക്കുന്നു. അപ്പോൾ ഹൗസ് മേറ്റ്സുള്ളവർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുതെന്ന് അന്നേ ലാലേട്ടൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് എങ്ങനെ വിളിക്കുന്നത് എന്ന് അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ പറഞ്ഞു ലാലേട്ടൻ വന്നിട്ട് എന്നെ പുറത്താക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പുറത്ത് പോകും, എന്നെ ഇങ്ങനെ വിളിച്ചതിനുള്ള മറുപടി ഞാൻ കൊടുക്കാണ്ടിരുന്ന എനിക്ക് സമാധാനം കിട്ടില്ല എന്നുള്ള രീതിക്ക് അനുമോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വീണ്ടും ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചോദിച്ചു. ലാലേട്ടൻ വരാൻ കാത്തിരിക്കുന്നത് എല്ലാവരും എല്ലാവരെയും കുറിച്ച് കോമണായി പറയുമല്ലോ, അല്ലാതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുമോ എന്ന് നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. പിന്നെ അതൊരു ഇൻസൾട്ടിങ് മാതിരി നമുക്കവിടെ ഫീലായി. എന്തുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു? ഒരു കാരണം കാണാൻ ലാലേട്ടൻ അങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? ഇല്ലാണ്ട് ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പിന്നെ ടാസ്ക് ഓരോരുത്തർക്കും ഓരോരോ ക്യാപ്പ് കൊണ്ടുവന്ന് കൊടുത്തു. ക്യാപ്പ് എല്ലാവരും തലയിലിടണം. അവിടെ ഒരു ബൗളിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിലുള്ള ആൻസേഴ്സ് ആർക്കാണ് അത് കറക്റ്റ് ആവുന്നത് അവർ ക്യാപ്പിൽ കൊണ്ടുപോയിട്ട് ഒട്ടിക്കണം. അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു. കുറേ അനുമോൾക്കും അനീഷിനൊക്കെ നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ക്യാപ്പ് ഫുള്ളായിട്ടുണ്ട് ഒട്ടിച്ച് വെച്ചിട്ട്. ആര്യനുണ്ടാ. പിന്നെ ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിച്ചു, പോയ ആഴ്ചത്തെ അക്ബറിൻ്റെ ബൊമ്മ ആരെ കട്ട് എന്നുള്ളത് കോർട്ടിൽ ഒരു കോർട്ടിൽ വെച്ചിട്ട് ലക്ഷ്മി അഡ്വക്കേറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി ഓരോരുത്തരെയും വിളിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. നന്നായിരുന്നു കേട്ടോ, ലക്ഷ്മി ചോദിച്ചൊക്കെ നന്നായിരുന്നു. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും രീതിയും എല്ലാം ശരിക്കും ഒരു ലോയർ എങ്ങനെ ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ നെവിൻ്റെ മറുപടി ഉണ്ടല്ലോ, ഒക്കെ നന്നായിരുന്നു കേട്ടോ. നെവിൻ്റെ മറുപടി കേൾക്കുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ചിരി വരും നെവിൻ്റെ മറുപടി പറയണത്. അക്ബറിൻ്റെ ബൊമ്മ കെട്ടത് നമ്മൾ ഇതുവരെയും വിചാരിച്ചത് വന്നിട്ട് നമ്മുടെ ആദിലയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദില 2 ബൊമ്മ എടുത്തിട്ടുള്ളൂ അത്രേ. അന്നേ അക്ബർ പറഞ്ഞല്ലോ ആദിലയോട്, നീ എടുക്കണ്ട ഞാനും എടുക്കില്ല നിൻ്റെ എന്ന് പറഞ്ഞ വിശ്വാസത്തിലായിരുന്നല്ലോ അക്ബർ ഉണ്ടായിരുന്നത്. അതിന് വീണ്ടും 2 ആദില കട്ടിട്ടുണ്ട്. പിന്നെ നെവിന് 2 കെട്ടും അത്ര. ഇത് നമുക്ക് അറിഞ്ഞില്ല. നെവിൻ അന്ന് അത്ര സത്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടേ ഇല്ല ബൊമ്മ പറഞ്ഞ അത്ര സത്യസന്ധനെ പോലെ നെവിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറയുന്നുണ്ടായിരുന്നു. ലക്ഷ്മീൻ്റെ ചിരി കണ്ടപ്പോൾ ലക്ഷ്മിയാണോ ബാലൻസ് എടുത്തതെന്നുള്ളൊരു ഡൗട്ടാണ് നമുക്കവിടെ ഫീലായത്. അതാരോ എടുത്തെന്നുള്ളത് അവിടെ പൂർണ്ണമായിട്ട് അവിടെ കാണിച്ചില്ല. അവിടെ എന്ത് സംഭവിച്ചെന്നുള്ളത് അവിടെ പൂർണ്ണമായിട്ട് കാണിച്ചില്ല. ഞാൻ ലൈവ് കാണാത്തതുകൊണ്ട് എനിക്ക് അതിനുള്ള ആൻസറും കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങളാരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആരോ എടുത്തു എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമോ? ആരാ ബൊമ്മ ഫുള്ളായിട്ട് എടുത്തു എന്നുള്ളതൊന്ന് പറയണേ. ഇതൊക്കെ പിന്നെ എന്നിട്ട് ഇന്നലെ എന്ത് ചെയ്തറിയോ, അക്ബറും അനീഷും നമ്മൾ ഭയങ്കര ഓർഗ്യുമെൻ്റ് ആയിരുന്നു. എന്താണ് വെച്ച് പറഞ്ഞാൽ അനീഷ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞത്. പിന്നെ പോകുകയാണ് സുപ്രഭാതം എന്ന് പറഞ്ഞത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞപ്പോൾ അനീഷ് പറയണു ഇല്ല, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് സുപ്രഭാതം എന്നാണെന്ന് പറഞ്ഞത്. ഞാൻ മലയാളത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്, അത് കാരണം കൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് സുപ്രഭാതം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ വാദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അക്ബർ വന്നിട്ട് ഭയങ്കര ഫോഴ്സായിട്ട് പറഞ്ഞു നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് സുപ്രഭാതം എന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അനീഷ് അങ്ങനെ തിരിക്കുന്നുണ്ടായിരുന്നു. അതെ, എനിക്ക് ചിലപ്പോൾ കുറേ നാളായില്ലേ 19 ദിവസം കഴിഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മക്കുറവ് കൊണ്ടാണെന്നാണ് എനിക്കിപ്പോൾ ഫീലാവുന്നത് എന്നുള്ള രീതിക്ക് അവിടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.